ഹായ്, എല്ലാവർക്കും നമസ്കാരം. പണത്തെപ്പറ്റി അധികാരം നമ്മളോട് പറയാത്ത, പക്ഷെ നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. സംരംഭകനായ ഇമാൻ ഗാഡ്ജി അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഇതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെലവ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതായിരിക്കും. എന്തതിന്റെ അർത്ഥം? സിംപിളായി പറഞ്ഞ, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളോ കാറോ ഒന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. മറിച്ച് ഇത് പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ 5 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. പിന്നെ എങ്ങനെ ഒരു വരുമാനമാർഗമുണ്ടാക്കാം, അതെങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ഇരട്ടിപ്പിക്കാം. അവസാനം നമ്മുടെ സമ്പത്തിനെ മൊത്തത്തിൽ തകർക്കാൻ കഴിവുള്ള ഒരു വലിയ വില്ലനുണ്ട്, അതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി. കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ സമ്പാദ്യമുണ്ടാക്കുന്നതിന്റെ എല്ലാം തുടങ്ങം നമ്മുടെ മനസ്സിൽ നിന്നാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഏറ്റവും പ്രധാനം. നമ്മള് ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മയില്ലേ? അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നത്. അതാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത്, ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു വരുമാനം കണ്ടെത്താനോ ഉള്ള ഒരു അവസരം മുന്നിൽ വരുമ്പോൾ നാളെ ആകട്ടെ എന്ന് കരുതി നമ്മളത് മാറ്റിവെച്ചാൽ സത്യത്തിൽ നമ്മളറിയാതെ തന്നെ വലിയൊരു പൈസയാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ മുന്നിൽ ശരിക്കും 2 ഓപ്ഷനുകളേയുള്ളൂ. ഒന്നുകിൽ എപ്പോഴും മറ്റുള്ളവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമറായി ജീവിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ക്രിയേറ്ററാകാം. നമ്മൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സാമ്പത്തിക ഭാവി. നമ്മളൊക്കെ ഒരു കടയിൽ പോയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ഇതിനെന്താ വില, അല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ചോദ്യം നമ്മളെ തെറ്റായ ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പണമുണ്ടാക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അവർ ചോദിക്കുന്നത് ഇതിനെന്തു വില വരുമെന്നല്ല, മറിച്ച് ഇത് വാങ്ങിയാൽ എനിക്ക് എത്ര നഷ്ടം വരും എന്നാണ്. അതായത്, അവരാ സാധനത്തിന്റെ വിലയേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ മൂല്യം എത്രത്തോളം ഇടിയും എന്നതിനെക്കുറിച്ചാണ്. ഡിപ്രീസിയേഷൻ. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. ഗാഡ്ജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛനമ്മമാര് തരുന്ന സാമ്പത്തിക ഉപദേശങ്ങൾ മിക്കവാറും ഒരു 30 കൊല്ലം പഴക്കമുള്ളതായിരിക്കുമെന്നാണ്. നന്നായി പഠിച്ച് ഒരു ഡിഗ്രി വാങ്ങിയാൽ നല്ല ജോലി കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ എത്രത്തോളം ശരിയാണ്? അതൊരു ഗ്യാരണ്ടിയാണോ? അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്തയൊക്കെ നമ്മൾ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? വരുമാനം ഉണ്ടാക്കണം, അല്ലേ? അതിനുള്ള ചില പ്രാക്ടിക്കൽ വഴികളിലേക്ക് നമുക്ക് കടക്കാം. ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വരുമാനം വെറും ഷോ ഓഫാണ്, ലാഭമാണ് ബുദ്ധി. പക്ഷെ കയ്യിലുള്ള കാശാണ് റിയാലിറ്റി. അതായത്, വലിയ സെയിൽസ് നടന്നു എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ലാഭം കിട്ടുന്നുണ്ടോ എന്നത് കുറച്ചും കൂടി പ്രധാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനം അവസാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കാശുണ്ട് എന്നതാണ്. അതാണ് യാഥാർത്ഥ്യം. ഓരോ കാലഘട്ടത്തിലും പണമുണ്ടാക്കാൻ പറ്റിയ ഓരോ വലിയ തിരമാലകൾ വരും. പണ്ടത് ഇന്റർനെറ്റായിരുന്നു, ഈ അടുത്ത് ക്രിപ്റ്റോ കറൻസിയായിരുന്നു. ഇപ്പോഴാ തിരമാലയുടെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI എന്നാണ്. ഈ വേവ് നമ്മൾ മിസ്സാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്നറിയാമോ? അത് നിങ്ങളിൽ തന്നെയാണ്. സ്റ്റോക്കിലോ റിയൽ എസ്റ്റേറ്റിലോ അല്ല. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കമ്പനി. നിങ്ങളുടെ കഴിവുകളാണ് ആ കമ്പനിയുടെ ഔട്ട്പുട്ട്. അതുകൊണ്ട് തുടക്കത്തിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ നിങ്ങളുടെ കഴിവുകൾ കൂട്ടാനായി വീണ്ടും നിക്ഷേപിക്കുക. അതിനേക്കാൾ വലിയൊരു റിട്ടേൺ വേറെ ഒരിടത്തു നിന്നും കിട്ടില്ല. ശരി, പൈസയുണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. പക്ഷെ അത് മാത്രം മതിയോ? പോരാ. ഉണ്ടാക്കിയ പണം എങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാം എന്നുകൂടി പഠിക്കണം. അതാണ് അടുത്ത ഘട്ടം. സമ്പാദിച്ചത് സംരക്ഷിക്കുക. ഇതൊന്ന് നോക്കിയേ, ഒരു സൂപ്പർ കാറിന്റെ വില. പുതിയതിന് ഏകദേശം $700,000 വിലയുള്ള ഈ കാറ് ഗാഡ്ജി വാങ്ങിയത് വെറും $300,000. എന്താ സംഭവിച്ചത്? ആദ്യത്തെ ഉടമ ആ വണ്ടി ഷോറൂമിൽ നിന്ന് പുറത്തിറക്കിയ നിമിഷം മുതൽ അതിന്റെ വില കുത്തനെ ഇടിയാൻ തുടങ്ങി. ആ വലിയ നഷ്ടം സഹിച്ചത് അയാളാണ്, ഗാഡ്ജിയല്ല. അതുകൊണ്ടാണ് ഗാഡ്ജി തമാശയായിട്ട് പറയുന്നത്, വേറെ വല്ല മണ്ടന്മാരും അതിന്റെ വിലയിടിവ് സഹിക്കട്ടെ എന്ന്. ഇതാണ് സെക്കൻഡ് ഹാൻഡ് ആഡംബര കാറുകൾ വാങ്ങുന്നതിന്റെ ഒരു പ്രധാന ഗുണം. ഇനിയൊരു വലിയ അപകടമുണ്ട്. വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചെലവും കൂടും. ഇതിനെയാണ് ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്നു പറയുന്നത്. ഇതൊരു കെണിയാണ്. ശമ്പളം കൂടിയാൽ ഉടനെ പുതിയ ഫോണ്, പുതിയ കാറ്, ഇങ്ങനെ പോയാൽ എത്ര കിട്ടിയാലും തികയില്ല.
ഗാഡ്ഷിയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം കോടികൾ ഉണ്ടാക്കിയിട്ടാണ് ആദ്യമായി ഒരു കാർ വാങ്ങുന്നത്. അത്രയും ഡിസിപ്ലിൻ. ഈ ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന കെണിയിൽ പെടാതിരിക്കാൻ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? കരിയറിന്റെ തുടക്കത്തിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 70%, അതെ 70%വും അദ്ദേഹം സേവ് ചെയ്യുകയോ വീണ്ടും നിക്ഷേപിക്കുകയോ ആയിരുന്നു. അത്രത്തോളം കൺട്രോൾ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പണമുണ്ടാക്കി അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. ഇനി എന്തു ചെയ്യണം? അതിനെ വളർത്തണം. അതായത് നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗാഡ്ഷിയുടെ ഇൻവെസ്റ്റ്മെന്റ് രീതി ഒരു പിരമിഡ് പോലെയാണ്. ഏറ്റവും താഴെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളിൽ തന്നെയുള്ള നിക്ഷേപമാണ്, നിങ്ങളുടെ അറിവും കഴിവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട ടൂൾസിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ മെന്റർമാരിലും നിക്ഷേപിക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മാത്രം മതി സ്റ്റോക്ക് മാർക്കറ്റിലും റിയൽ എസ്റ്റേറ്റിലുമൊക്കെയുള്ള നിക്ഷേപം. ക്രെഡിറ്റ് കാർഡ്, സേവിങ്സ് അക്കൗണ്ട്, ഇതൊക്കെ ശരിക്കും ഓരോ ടൂളുകളാണ്. കത്തി പോലെ നമുക്കത് ആപ്പിൾ മുറിക്കാനും ഉപയോഗിക്കാം, സ്വയം മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കാം. കണ്ടില്ലേ? ക്രെഡിറ്റ് കാർഡ് ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാം, പോയിന്റ്സ് കിട്ടും. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പലിശ വന്ന് കടത്തിലാകും. അതുപോലെ വെറുതെ ബാങ്കിൽ പൈസ ഇട്ടാൽ അത് വളരില്ല, പക്ഷെ ഒരു ഹൈ ഈൽഡ് അക്കൗണ്ടിലിട്ടാൽ അതിന് ചെറിയൊരു പലിശയെങ്കിലും കിട്ടും. ഇനിയൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, പാസീവ് ഇൻകം. അതായത് നമ്മൾ വെറുതെ ഇരുന്നാലും പണം വന്നുകൊണ്ടേയിരിക്കുമെന്ന്. പക്ഷെ അതൊരു കെട്ടുകഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ 100% പാസീവായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനും തുടക്കത്തിൽ നല്ല ആക്റ്റീവായിട്ടുള്ള അധ്വാനം വേണം. പിന്നെ അത് മാനേജ് ചെയ്യാനും നമ്മുടെ ശ്രദ്ധ വേണം. ഇപ്പോ നമ്മൾ സമ്പാദിച്ചു, സംരക്ഷിച്ചു, വളർത്തി. പക്ഷെ ഇതെല്ലാം ഒറ്റയടിക്കില്ലാതാക്കാൻ ശക്തിയുള്ള ഒരു ഫൈനൽ ബോസുണ്ട്. വിജയിച്ച ഓരോരുത്തരും തോൽപ്പിക്കേണ്ട ഒരവസാനത്തെ വില്ലൻ. അതാരാണെന്ന് നോക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? അത് കംഫർട്ടാണ്. നമ്മളൊരു നിലയിലെത്തി, അത്യാവശ്യം പണമായി, ജീവിതം സുഖമായി എന്ന് തോന്നിത്തുടങ്ങുന്ന ആ നിമിഷം, അതാണ് ഏറ്റവും അപകടം. ഇനിയിപ്പോൾ ഇതിന്റെയൊന്നും ആവശ്യമില്ല, എനിക്കിതൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന നിമിഷം നമ്മുടെ വളർച്ച അവിടെ നിൽക്കും. അതുകൊണ്ട് നമുക്കീ ഒരു ചോദ്യത്തിൽ നിർത്താം. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പരിധിയുമില്ല. ആ പരിധികൾ നമ്മൾ സ്വയമുണ്ടാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിലോ ആ പരിധികളില്ലാത്ത ലോകത്ത് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്? ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. ഇത് നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ, പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ.